അസ്സാം വലൈക്കും വറഹമത്തുള്ള. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമദാൻ മാസമാണ്. അതിൻ്റെ രണ്ടാം പത്തിലാണ് നമ്മളുള്ളത്. മഗ്ഫിറത്തിൻ്റെ പത്താണ്. ഈ പത്തിനോടനുബന്ധിച്ച് ഒരു സംഭവം പറയാൻ നിങ്ങളോട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പഴയ കാലത്ത് റമദാൻ അല്ലാത്ത മാസങ്ങളിൽ വൃത്തികേടുകളും അനാചാരങ്ങളും അനാവശ്യങ്ങളുമായി തന്നെ ജീവിച്ച, നിസ്കാരത്തെക്കുറിച്ച് പള്ളിയെക്കുറിച്ചൊന്നും ഓർമ്മിക്കാതെ, ഖുർആനെ സംബന്ധിച്ചൊന്നും ചിന്തിക്കാതെ, ഇബാദത്തിൽ ഒന്നും ഏർപ്പെടാതെ ജീവിച്ച ഒരു വ്യക്തി, ആളുകളെല്ലാം അവനെക്കുറിച്ച് വെറും മോശപ്പെട്ടവരാണെന്ന് ധരിച്ചും പറഞ്ഞും പ്രചരിപ്പിച്ചും ഇങ്ങനെ നിൽക്കുമ്പോഴാണ് റമദാൻ മാസം വന്നെത്തുന്നത്. ആ സമയത്ത് അദ്ദേഹം റമദാനിൻ്റെ തലേ ദിവസം കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ചു പള്ളിയിൽ പോയി ഇബാദത്തുമായി തന്നെ ഏർപ്പെട്ടു. നിസ്കാരം, ഖുർആനോത്ത്, നോമ്പ്, ദിക്ർ, ഇങ്ങനെ നല്ല കാര്യങ്ങൾ, തോബ ഇങ്ങനെ ചെയ്ത് അള്ളാഹുവിനോട് അടുത്തടുത്തടുത്ത് റമദാൻ മാസം തീരലോടുകൂടെ അദ്ദേഹം ശുദ്ധിയായൊരു മനുഷ്യനായി. റമദാൻ മാസം കഴിയലോടുകൂടെ വീണ്ടും അദ്ദേഹത്തെ പഴയ പ്രവർത്തിക്കുക തന്നെ ഏർപ്പെടുന്നു. ഓരോ വർഷവും ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. റമദാൻ മാസത്തിൽ സൂപ്പറായിട്ട് ഇബാദത്തുകാരനായി, റമദാൻ കഴിയലോട് കൂടെ ആർക്കും വേണ്ടാത്ത വൃത്തികേടുള്ള ഒരു വ്യക്തിയായി ജീവിച്ചു. അവസാനം അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു വെള്ളിയാഴ്ച നല്ല കെലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നല്ലൊരു മരണമായിട്ടാണ് നാട്ടുകാർ കണ്ടത്. ഇങ്ങനെ ചരിത്രത്തിലുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. മുഹമ്മദ് എന്ന് പറയുന്നൊരു വ്യക്തി, അദ്ദേഹം റമദാനിന് മുമ്പ് കള്ളുകുടിയുമായിട്ട് ഇങ്ങനെ നടക്കുന്ന വ്യക്തിയായിരുന്നു. റമദാൻ വരലോട് കൂടെ കള്ളുകുടി നിർത്തി പള്ളിയിൽ ഇബാദത്തുമായി കൂടി. എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ പ്രകൃതി അങ്ങനെയാണ്. അവസാനം മരിക്കുമ്പോൾ ഒരു വെള്ളിയാഴ്ച കെലിമ ചൊല്ലി നല്ലൊരു മരണമാണ് അദ്ദേഹം കിട്ടിയത്. അതുകൊണ്ട് ഈ മഗ്ഫിറത്തിൻ്റെ പത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ സർവശക്തനായ റബ്ബിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുക. തഹജ്ജുദിൻ്റെ സമയത്ത് പൊട്ടിക്കരഞ്ഞ് റബ്ബിനോട് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ എടുത്തു പറഞ്ഞ് ഖേദിച്ച് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിനെ നമ്മൾക്ക് ആഗ്രഹിച്ച് അള്ളാഹുവിനോട് ചോദിക്കുക. അതുപോലെ തന്നെ ഓരോ നിസ്കാരത്തിൻ്റെയും പിന്നാലെ നമ്മൾ പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. റമദാനിൻ്റെ നോമ്പ് കൃത്യമായി അനുഷ്ഠിക്കുക. അള്ളാഹു തആല നമ്മുടെ ദോഷങ്ങളെല്ലാം പുറത്തു തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.